അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോട്യൂബിൾസിൻ്റെ ഡൈനാമിക് ഇൻസ്റ്റബിലിറ്റി. Okay, so dynamic instability of microtubule. Dynamic instability describes the capacity of microtubules to continually switch between two states, a growing state where the length increases and shrinking state where the length decreases. This primarily occur at the plus end of the microtubule. But dynamic instability എന്ന് പറഞ്ഞാൽ മൈക്രോട്യൂബിൾസിന് കണ്ടിന്യൂസ്ലി ഇങ്ങനെ രണ്ട് സ്റ്റേറ്റിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റണം. ഒന്ന് ഗ്രോയിങ് സ്റ്റേറ്റ്, അതായത് ഗ്രോയിങ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മൈക്രോട്യൂബിൾസിൽ ഇങ്ങനെ ഡൈമേഴ്സ് ആഡ് ചെയ്ത് ലെങ്ത് വെക്കുന്നു, പിന്നെ ആ ഡൈമേഴ്സ് റിമൂവ് ചെയ്ത് ഷ്രിങ്കേജ് സംഭവിക്കുന്നു. ഓക്കെ, സോ എപ്പോഴും ആഡിങ് നടക്കുന്നത് മൈക്രോട്യൂബിളിന്റെ പ്ലസ് എൻഡിൽ വെച്ചിട്ടാണ്. ദ ട്രാൻസിഷൻ ഫ്രം ഗ്രോത്ത് ടു ഷ്രിങ്കേജ് ഇസ് ടേംഡ് ആസ് കാറ്റാസ്ട്രോഫി. ഇപ്പൊ കാറ്റസ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്തിൽ നിന്ന് ചുരുങ്ങി വരുന്ന ഒരു അവസ്ഥ. ഓക്കെ, അത് ഗ്രോ ചെയ്തിട്ട് പിന്നെ ചുരുങ്ങി വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കാറ്റസ്ട്രോഫി എന്ന് പറയുന്നത്. വൈൽ ദ ട്രാൻസിഷൻ ഫ്രം ഷ്രിങ്കേജ് ടു ഗ്രോത്ത്, പിന്നെ ഷ്രിങ്കേജിൽ നിന്ന് പിന്നെ ഗ്രോ ചെയ്യുന്നതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഈ ഒരു കാറ്റസ്ട്രോഫി നോക്കിക്കേ. ഇവിടെ ഇങ്ങനെ എന്താ സംഭവിക്കുന്നത്? ഗ്രോത്തിൽ നിന്ന് കണ്ടോ, ഇതിങ്ങനെ ഗ്രോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അവിടെ ഗ്രോത്തിൽ നിന്ന് അവര് ഷ്രിങ്കേജിലേക്ക് പോയി. അതാണ് കണ്ടോ, അതിനെയാണ് കാറ്റസ്ട്രോഫി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഷ്രിങ്ക് ചെയ്ത സാധനം ഗ്രോ ചെയ്തു, അതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി മെക്കാനിസം ഓഫ് ഡൈനാമിക് ഇൻസ്റ്റബിലിറ്റി. എ ഗ്രോയിങ് മൈക്രോട്യൂബിൾ മെയിൻറ്റെയിൻ എ GTP ക്യാപ്പ് അറ്റ് ഇറ്റ്സ് പ്ലസ് എൻഡ്. അത് ഞാൻ പറഞ്ഞു, മൈക്രോട്യൂബിൾ ഗ്രോ ചെയ്യുമ്പോൾ എന്താണ്? അവരുടെ കൂടെ ആരുണ്ടാവും? ഒരു GTP ക്യാപ്പ് ഉണ്ടാകും. അപ്പോഴാണ് അവർക്ക് സ്റ്റെബിലിറ്റിയും അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു GTP ക്യാപ്പ് ലോസ്റ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? GTP അപ്പം തന്നെ GDP ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ പറയുന്ന മൈക്രോട്യൂബിൾസ് അൺസ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് പോകും. അതിനെ ആ ഒരു അവസ്ഥനെയാണ് കാറ്റാസ്ട്രോഫി എന്ന് പറയുന്നത്. ഒക്കേഷണലി ന്യൂ GTP ബൗണ്ട് ട്യൂബുലൻ ഡൈമേഴ്സ് വിൽ റീ അറ്റാച്ച് ടു ദ ഷ്രിങ്കേജ് എൻഡ്. പെട്ടെന്ന് തന്നെ എന്താ സംഭവിക്കുക? പുതിയ GTP അടങ്ങുന്ന ട്യൂബുലൻ ഡൈമേഴ്സ് വന്ന് ആഡ് ചെയ്യും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരും. അപ്പോൾ ഒരു GTP ക്യാപ്പ് കിട്ടിയാലും അപ്പോൾ പിന്നെ മൈക്രോട്യൂബിൾസ് എന്താ ചെയ്യുന്നത്? ഗ്രോ ചെയ്യും. അതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഷ്രിങ്കേജിൽ നിന്ന് ഗ്രോ ചെയ്യുന്നതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഗ്രോ ചെയ്ത ആൾ ഇടിഞ്ഞ് വീണു, അതാണ് കാറ്റസ്ട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈക്രോട്യൂബിൾ അസോസിയേറ്റഡ് പ്രോട്ടീൻസ് നോക്കാം. മൈക്രോട്യൂബിൾ അസോസിയേറ്റഡ് പ്രോട്ടീൻസ് ആർ പ്രോട്ടീൻ ദാറ്റ് അറ്റാച്ച് ടു മൈക്രോട്യൂബിൾ റെഗുലേറ്റിംഗ് ദർ ഫോർമേഷൻ, സ്റ്റെബിലിറ്റി ആൻഡ് ഫങ്ഷൻ. അപ്പോൾ മൈക്രോട്യൂബിൾ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോട്ടീൻസ് ആണ്. അതാണ് മൈക്രോട്യൂബിൾസിന് അതിന്റെ ഫോർമേഷനും അതിന്റെ സ്റ്റെബിലിറ്റിക്കും ഫങ്ഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സം മൈക്രോട്യൂബിൾ അസോസിയേറ്റഡ് പ്രോട്ടീൻ ലൈക്ക് tau and MAP4 stabilize microtubules while others such as catenin destabilize them. അപ്പോൾ അതേ നോക്കിക്കേ, ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇത് മൈക്രോട്യൂബിളിനെ സ്റ്റെബിലൈസ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്, ഒരു പ്രോട്ടീനാണ് ടൗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MAP4 ഇതൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ മൈക്രോട്യൂബിളിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാം, കണ്ടോ, അതിനെ നശിപ്പിക്കുക, അതിനെ ഷ്രിങ്കേജ് ചെയ്യാനായിട്ട് ആക്കിയ ഒരാളാണ് ആര്? കാറ്റനിൻ. പിന്നെ എന്താണ്? കാറ്റനിൻ, അതുപോലെ തന്നെ സ്റ്റാറ്റ്മിൻ, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഡീസ്റ്റെബിലൈസ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ്. സർട്ടൺ MAP ക്യാപ് ദ എൻഡ് ഓഫ് മൈക്രോട്യൂബിൾ ഫോർ പ്രൊട്ടക്ഷൻ സച്ച് എസ് പാട്രോണിൻ. അതായത് മൈക്രോട്യൂബിളിനെ ക്യാപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പാട്രോണിൻ എന്ന് പറയുന്നത്. ചിലവരെന്താ ചെയ്യുന്നത്? ചില മാപ്സ് ഹെൽപ്പ് ബണ്ടിൽ ഓർ ക്രോസ് ലിങ്ക് മൈക്രോട്യൂബിൾ ഇൻക്ലൂഡ് ടൗ ആൻഡ് ക്ലിപ്പ് 170. അപ്പോൾ ടൗ, ക്ലിപ്പ് 170 ഒക്കെ എന്താ ചെയ്യുന്നത്? ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യിക്കുന്ന ആൾക്കാരാണ്. മോട്ടർ പ്രോട്ടീൻ ലൈക്ക് കൈനീസിൻ ആൻഡ് ഡൈനിൻ അസിസ്റ്റ് ഇൻ മൂവിംഗ് ഓർഗനൽസ് ആൻഡ് വെസിക്കിൾസ് അലോങ് മൈക്രോട്യൂബിൾ ട്രാക്സ്. അപ്പോൾ ഈ ഒരു മൈക്രോട്യൂബിൾസ് ട്രാക്കിൽ കൂടെ ഓരോ ഓർഗനൽസും വെസിക്കിൾസിന്റെ ഒക്കെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മോട്ടർ പ്രോട്ടീൻസുകളാണ് കൈനീസിനും ഡൈനിൻ എന്ന് പറയുന്നത്. എമോങ് ഡീസ്റ്റെബിലൈസർ സം പ്രോട്ടീൻ ബൈൻഡ് ടു ഫ്രീ ട്യൂബുലിൻ യൂണിറ്റ് ലൈക്ക് സ്റ്റാറ്റ്മിൻ, സം പ്രൊമോട്ട് ഡിസസംബ്ലി ഫ്രം ദ എൻഡ് ആൻഡ് സം സെവർ മൈക്രോട്യൂബിൾസ് ലൈക്ക് കാറ്റിനിൻ. ഓക്കെ, അപ്പോൾ ചില പ്രോട്ടീൻസിൽ എന്താ ചെയ്യുന്നത്? ഇപ്പം സ്റ്റാറ്റ്മിനൊക്കെ അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ചിലവർ ഇവരെ ഡിസസംബ്ലി ചെയ്യിക്കാനായിട്ട് കൈനീസിൻ 13 ഡിസസംബ്ലി ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോട്യൂബിൾ അസോസിയേറ്റഡ് പ്രോട്ടീൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ടൗവും അതുപോലെ തന്നെ ക്ലിപ്പ് 170 പിന്നെ MAP4 ഇതൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മറ്റേ സ്റ്റാറ്റ്മിൻ അതുപോലെ തന്നെ കാറ്റനിൻ അതൊക്കെ ഡീസ്റ്റെബിലൈസ് ചെയ്യിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മൈക്രോട്യൂബിൾസിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? മൈക്രോട്യൂബിൾസ് ആർ present in all eukaryotic cells and serve several
ക്രൂഷ്യൽ ഫങ്ഷൻ, അതായത് സെൽസിന് വേണ്ട ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുക, ഓരോ ഓർഗനൽസിനെ പൊസിഷൻ ചെയ്യിക്കുക, പിന്നെ വെസിക്കിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതൊരു റെയിൽവേ സ്റ്റേഷൻ പോലെ ആക്ട് ചെയ്യും. വെസിക്കിൾസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഫോമിങ് ദ മൈറ്റോട്ടിക് സ്പിൻഡിൽ, സെൽ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് മൈറ്റോട്ടിക് സ്പിൻഡിലിൻ്റെ ഫോമേഷന് മൈക്രോട്യൂബിൾസ് ഹെൽപ്പ് ചെയ്യുക നമുക്കറിയാം. സോ ഈ ഒരു സെൽ ഡിവിഷൻ്റെ സമയത്ത് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് ക്രോമസോം മൂവ്മെൻറ്റിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ സീലിയ, ഫ്ലജല്ല, അതൊക്കെ സെല്ലാർ മൂവ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് സീലിയ, ഫ്ലജല്ല. അങ്ങനെയുള്ള മെയിൻ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് മൈക്രോട്യൂബിൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് നോൺ മോട്ടൈൽ സീലിയ ആക്ട് ആസ് സെൻസറി ആൻഡ് സിഗ്നലിംഗ് സ്ട്രക്ചർ. ഇൻ പ്ലാന്റ് സെൽ ദേ ഗൈഡ് സെൽ വാൾ ഫോമേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഓറിയന്റേഷൻ ഓഫ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ്റെ ഓറിയന്റേഷൻ അതുപോലെ തന്നെ സെൽ വാൾ ഫോമേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് മൈക്രോട്യൂബിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൈക്രോട്യൂബിൾ ബേസ്ഡ് മോട്ടർ പ്രോട്ടീൻ. ഇപ്പോൾ കൈനേസിൻ, ഡൈനിൻ, ഇതൊക്കെ എന്താണ്? മോട്ടർ പ്രോട്ടീൻസ് ആണ്. ഫസ്റ്റ് കൈനേസിൻ നോക്കാം. കൈനേസിൻ ഈസ് എ മോട്ടർ പ്രോട്ടീൻ ദാറ്റ് മൂവ് അലോങ് മൈക്രോട്യൂബിൾ യൂസിങ് എനർജി ഡിറൈവ്ഡ് ഫ്രം ATP. അപ്പോൾ ATPയുടെ സഹായത്തോടെ ഓരോന്നിനെ മൂവ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോട്ടർ പ്രോട്ടീൻസിലാണ് കൈനേസിൻ. ഇത് ന്യൂറോൺസിലാണ് ആദ്യം ഡിസ്കവർഡ് ചെയ്തത്. ഇറ്റ് അസിസ്റ്റ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് മെറ്റീരിയൽ ഫ്രം സെൽ ബോഡി ടു ദ നെർവ് ടെർമിനൽ. സെൽ ബോഡിയിൽ നിന്ന് നെർവ് ടെർമിനൽ വരെ ഓരോ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിരുന്നു കൈനേസിന് ആദ്യം ഉണ്ടായത്. അപ്പോൾ ന്യൂറോൺസിലാണ് നമ്മൾ ആദ്യം ഇതിനെ ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ആൻഡ്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ട്രാൻസ്പോർട്ടാണ്. അതായത് സെൽ ബോഡിയിൽ നിന്ന് നെർവ് എൻഡിങ് എന്ന് പറയുന്നത് അത് ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ ആൻഡ്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് മാമൽ പോസസ് ഓവർ 40 കൈനേസിൻ പ്രോട്ടീൻ കാറ്റഗറൈസ് ഇൻ ടു 14 ഫാമിലി ലൈക്ക് കൈനേസിൻ 1, 2, 3, 4 അങ്ങനെ. ഓക്കെ, അപ്പോൾ മാമൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് 40 കൈനേസിൻ പ്രോട്ടീൻസ് കൂടുതലുണ്ട്. പിന്നെ നമ്മൾ ഇതിനെ 14 ഫാമിലീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കൈനേസിൻ 1, 2, കൈനേസിൻ 2, കൈനേസിൻ 3 അങ്ങനെ 14 ഫാമിലീസ് ഉണ്ട്. ഓൾ കൈനേസിൻ ഹാവ് മോട്ടർ ഡൊമൈൻ ദറ്റ് ബൈൻഡ് ATP ആൻഡ് ഡ്രൈവ്സ് മൂവ്മെന്റ്. അപ്പോൾ ഇവർക്ക് ഈ എല്ലാ കൈനേസിനും ഒരു മോട്ടർ ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈനിലാണ് ATP വന്ന് ബൈൻഡ് ചെയ്ത് ആ ഒരു ATPയുടെ എനർജി ഉപയോഗിച്ച് ഓരോ സാധനങ്ങളെയൊക്കെ മൂവ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് കൈനേസിൻ ബേസ്ഡ് ഓൺ മോട്ടർ ഡൊമൈൻ. അപ്പോൾ ഈ മോട്ടർ ഡൊമൈനിലാണ് ATP വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഈ മോട്ടർ ഡൊമൈൻ്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് N ടൈപ്പ് കൈനേസിൻ, M ടൈപ്പ് കൈനേസിൻ, C ടൈപ്പ് കൈനേസിൻ ഉണ്ട്. N ടൈപ്പ് കൈനേസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടർ ഡൊമൈൻ അറ്റ് N ടെർമിനൽ എൻഡ്. അപ്പോൾ ഇവർക്ക് മോട്ടർ ഡൊമൈൻ എവിടെയാണുള്ളത്? അതിൻ്റെ N ടെർമിനൽ എൻഡിലാണ്. അപ്പോൾ കൈനേസിൻ 1 മുതൽ 12 വരെ എന്താണ്? 1 മുതൽ 12 വരെ അവരുടെ N ടെർമിനലിലാണ് എന്തുള്ളത്? മോട്ടർ ഡൊമൈൻ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? അതിനെ N ടൈപ്പ് കൈനേസിൻ എന്ന് പറയും. M ടൈപ്പ് കൈനേസിൻ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ഭാഗത്തായിരിക്കുള്ള എന്ത്? മോട്ടർ ഡൊമൈൻ ഉള്ളത്. അത് കൈനേസിൻ 13 എന്ന് പറയുന്നത് M ടൈപ്പ് കൈനേസിൻ ആണ്. C ടൈപ്പ് കൈനേസിൻ എന്ന് പറയുന്നത് മോട്ടർ ഡൊമൈൻ ഉള്ളത് അതിന്റെ C ടെർമിനൽ എൻഡ് ആണ്. ദാറ്റ് ഈസ് കൈനേസിൻ 14 എന്ന് പറയുന്നത് C ടൈപ്പ് ആണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കേ, ഈ മോട്ടർ ഡൊമൈൻ്റെ ഭാഗത്താണ് ATP വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഇത് കൈനേസിൻ പല ടൈപ്പ് ഉണ്ട്. N ടൈപ്പ്, M ടൈപ്പ്, C ടൈപ്പ്. N ടൈപ്പിൽ മോട്ടർ ഡൊമൈൻ ഇരിക്കുന്നത് N ഭാഗത്താണ്. ഇത് അതിൻ്റെ N ടെർമിനലാണ്. N ടെർമിനൽ ഭാഗത്താണ് എന്തിരിക്കുന്നത്? മോട്ടോർ ഡൊമൈൻ ഇരിക്കുന്നത്. M ടൈപ്പ് എന്ന് പറയുമ്പോൾ നടുക്കാണ്, മിഡിലായിട്ടാണ് മോട്ടോർ ഡൊമൈൻ ഇരിക്കുന്നത്. C ടൈപ്പ് നോക്കിക്കുക, അതിൻ്റെ കാർബോസി ടെർമിനലിൻ്റെ ഭാഗത്താണ് എന്തിരിക്കുന്നത്? മോട്ടോർ ഡൊമൈൻ ഇരിക്കുന്നത്. ഈ C ടൈപ്പ് കാണിക്കുന്നത് കൈനേസിൻ 14ലാണ്. ഓക്കെ, ബാക്കി N ടൈപ്പ് കാണിക്കുന്നത് 1 മുതൽ 12 കൈനേസിൻ ഫാമിലിയിലാണ്. M ടൈപ്പ് കാണിക്കുന്നത് കൈനേസിൻ 13ലാണ്. C ടൈപ്പ് കൈനേസിൻ കാണിക്കുന്നത് കൈനേസിൻ 14ലാണ്. മോസ്റ്റ് കൈനേസിൻ മൂവ് ടുവേർഡ്സ് ദ പ്ലസന്റ് ഓഫ് ദ മൈക്രോട്യൂബിൾസ്. എപ്പോഴും കൈനേസിൻ മൂവ് ചെയ്യുന്നത് പ്ലസ് എൻഡിലേക്കാണ്. പക്ഷെ കൈനേസിൻ 14 മാത്രം എന്താണ്? മൈനസ് എൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രക്ചർ ഓഫ് കൺവെൻഷണൽ കൈനേസിൻ, അതായത് കൈനേസിൻ 1ന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിന് 2 ഹെവി ചെയിൻസും 2 ലൈറ്റ് ചെയിൻസ് ആണ് ഉള്ളത്. ഈച്ച് ഹെവി ചെയിൻ കണ്ടെയ്ൻ മോട്ടർ ഹെഡ് ഡൊമൈൻ, ആൽഫ ഹെലിക്കൽ സ്റ്റോക്ക് ഡൊമൈൻ ആൻഡ് ഗ്ലോബുലാർ ടെയിൽ ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഹെവി ചെയിൻ, അപ്പോൾ നമ്മളുടെ കൈനേസിൻ 1 എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് രണ്ട് ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും ഉണ്ട്. ഈ ഹെവി ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മോട്ടോർ ഹെഡ് ഡൊമൈൻ ഉണ്ട്, ഒരു ആൽഫ ഹെലിക്കൽ സ്റ്റോക്ക് ഡൊമൈൻ ഉണ്ട് ആൻഡ് ഗ്ലോബുലാർ ടെയിൽ ഡൊമൈൻ ഉണ്ട്. ഈ ഒരു മോട്ടോർ ഹെഡ് ഡൊമൈനിന്റെ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ATP വന്ന് ബൈൻഡ് ചെയ്യുന്നത്. മോസ്റ്റ് കൈനേസിൻ ഹാവ് 2 ഹെവി ചെയിൻ. അതായത് കൈനേസിൻ 1 പോലെ 2 ഹെവി ചെയിൻ അടങ്ങുന്നതാണ് മിക്ക കൈനേസിൻ എന്ന് പറയുന്നത്. പക്ഷെ ചിലവർക്ക് എന്താണ്? ഒന്നില്ലെങ്കിൽ 1 ഹെവി ചെയിനോ അല്ലെങ്കിൽ 4 ഹെവി ചെയിനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കൈനേസിൻ 5 എന്ന് പറയുമ്പോൾ അതിന് 4 ഹെവി ചെയിനാണുള്ളത്. അതൊരു ബൈപോളാർ മോട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
എല്ലാ കൈനേസിനും പ്ലസ് മൂവ് ചെയ്യുന്നത്. പക്ഷെ കൈനേസിൻ 14 മാത്രം എന്താ ചെയ്യുന്നത്, മൈക്രോട്യൂബിളിന്റെ മൈനസ് എൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഡൈനിൻ. ദ മൈനസ് എൻഡ് ഡയറക്റ്റഡ് മോട്ടർ പ്രോട്ടീൻ ആണ് ഡൈനിൻ എന്ന് പറയുന്നത്. ഡൈനിൻ ആർ ലാർജ് മോട്ടർ പ്രോട്ടീൻ ദാറ്റ് ട്രാൻസ്പോർട്ട് കാർഗോ ടുവേർഡ്സ് മൈനസ് എൻഡ് ഓഫ് ദ മൈക്രോട്യൂബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കൈനേസിന്റെ കേസ് പറഞ്ഞു. കൈനേസിന്റെ എല്ലാ കൈനേസിനും പ്ലസ് എൻഡിലേക്കാണ് പോകുന്നതെങ്കിലും കൈനേസിൻ 14 മാത്രം മൈനസ് എൻഡിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഡൈനിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി മൈനസ് എൻഡിന്റെ ആൾക്കാരാണ്. അവർ ട്രാൻസ്പോർട്ട് കാർഗോനെ മൈനസ് എൻഡിലേക്കാണ് എത്തിക്കുന്നത്. ദേ ആർ റെക്കഗ്നൈസസ് ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മോളിക്കുലർ മോട്ടർ. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മോളിക്കുലർ മോട്ടർ എന്ന് പറയുന്നത് ഡൈനിൻ ആണ്. അതിൽ തന്നെ 2 മെയിൻ ടൈപ്സ് ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് ഡൈനിൻ ആൻഡ് ആക്സോണിമൽ ഡൈനിൻ. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള ഡൈനിൻ ഫാമിലി ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് ഡൈനിൻസും ആക്സോണിമൽ ഡൈനിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കി, ഇത് നമ്മുടെ കൈനേസിനാണ്. ഈ കൈനേസിന് എപ്പോഴും ആൻഡ്രോഗ്രേഡ് കാർഗോ, അതായത് കാർഗോനെ എപ്പോഴും പ്ലസ് എൻഡിലേക്കാണ് എത്തിക്കുന്നത്. അതായത് ഒരു ഫോർവേഡ് മൂവ്മെന്റിനെയാണ് ആൻഡ്രോഗ്രേഡ് കാർഗോ എന്ന് പറയുന്നത്. റിട്രോഗ്രേഡ് കാർഗോ എന്ന് പറഞ്ഞാൽ മൈനസ് എൻഡിലേക്കാണ്. അത് നമ്മുടെ ഡൈനിൻ എപ്പോഴും എങ്ങോട്ടേക്കാണ്, മൈനസ് എൻഡിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അതായത് കാർഗോനെ മൈനസ് എൻഡിലേക്കാണ് എത്തിക്കുന്നത്, അതുകൊണ്ടാണ് അത് റിട്രോഗ്രേഡ് കാർഗോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഡൈനിന് 2 മെയിൻ ടൈപ്പ് ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് ഡൈനിനും ഉണ്ട്, അതുപോലെ തന്നെ ആക്സോണിമൽ ഡൈനിൻ ഉണ്ട്. സൈറ്റോപ്ലാസ്മിക് ഡൈനിനിൽ തന്നെ 2 വെറൈറ്റീസ് ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് ഡൈനിൻ 1, സൈറ്റോപ്ലാസ്മിക് ഡൈനിൻ 2 എന്ന് പറഞ്ഞിട്ട്. സൈറ്റോപ്ലാസ്മിക് ഡൈനിൻ 1 മിക്ക യൂക്കാരിയോട്ടിക് സെൽസിലുള്ളതാണ്. ഇവർ വെസിക്കിൾസിനെയും ഓർഗനൽസിനെയൊക്കെ എങ്ങോട്ട് എത്തിക്കും, മൈനസ് എൻഡിലേക്കാണ് എത്തിക്കുന്നത്. ദാറ്റ് ഈസ് റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്. ഇൻ ന്യൂറോൺസ് ഇറ്റ് കൺവേ മെറ്റൽ ഫ്രം ആക്സോൺ ടിപ്പ് ബാക്ക് ടു സെൽ ബോഡി. ഇപ്പോൾ ന്യൂറോൺസിലൊക്കെ ആണെങ്കിൽ എന്താണ്, ആക്സോൺ ടിപ്പിൽ നിന്ന് തിരിച്ച്, അതായത് ബാക്ക്വേർഡ് ആണ്, തിരിച്ച് സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നതാണ് സൈറ്റോപ്ലാസ്മിക് ഡൈനിൻ ചെയ്യുന്നത്. ഇനി സൈറ്റോപ്ലാസ്മിക് ഡൈനിൻ 2 എവിടെയുള്ളത്, സീലിയ ഫ്ലജലയിലൊക്കെയാണ് ഉള്ളത്. ഇവർ ഇൻട്രാ ഫ്ലജലർ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ സീലിയ ഫ്ലജലയുടെ മെയിൻ്റെനൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഈ ഒരു സൈറ്റോപ്ലാസ്മിക് ഡൈനിൻ 1 അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ലാർജ് മൾട്ടി സബ് യൂണിറ്റ് കോംപ്ലക്സ് ആണ്. 2 ഹെവി ചെയിൻ, പിന്നെന്താണ് ലൈറ്റ് ചെയിൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ചെയിൻ ഉണ്ട്, ലൈറ്റ് ഇന്റർമീഡിയറ്റ് ചെയിൻസ് ഒക്കെ പ്രസന്റ് ആണ്. ഇനി ഹെവി ചെയിനിലുള്ള 2 ഫങ്ഷണൽ റീജിയൻസ് ആണ്, സി ടെർമിനൽ മോട്ടർ ഡൊമെയിനും എൻ ടെർമിനൽ ടെയിൽ ഡൊമെയിൻ. ഓക്കെ, അപ്പോൾ ഹെവി ചെയിൻ്റെ അവിടത്തുള്ള ഫങ്ഷണൽ റീജിയൻസ് ആണ് സി ടെർമിനൽ മോട്ടർ ഡൊമെയിൻ ആൻഡ് എൻ ടെർമിനൽ ടെയിൽ ഡൊമെയിൻ. അടുത്തത് റോൾ ഓഫ് ഡൈനാക്റ്റിൻ കോംപ്ലക്സ്. അൺലൈക്ക് കൈനേസിൻ, ഡൈനിൻ കനോട്ട് ഡയറക്ട്ലി ക്യാരി കാർഗോ. ഇപ്പൊ കൈനേസിന്റെ പോലെ ഡൈനിന് നേരിട്ട് ഇങ്ങനെ ഈ കാർഗോ കൊണ്ടുപോകാൻ പറ്റില്ല. അതിനൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ വേണം. ആ ഒരാളാണ് ഡൈനാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഡൈനിന്റെ കേസിൽ കാർഗോനെ ക്യാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പർ പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് ഡൈനാക്റ്റിൻ എന്ന് പറയുന്നത്. So dynactin നോക്ക, a large multi-protein complex that link dynein to cargo vesicles. The dynactin help dynein attach to cargo and move it along the microtubule. അപ്പോൾ ഡൈനാക്റ്റിൻ എന്താ ചെയ്യുന്നത്, ഡൈനിനെ കാർഗോ ആയിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പർ പ്രോട്ടീൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഡൈനാക്റ്റിൻ എന്ന് പറയുന്നത്. ഇനി ആക്സോണിമൽ ഡൈനിൻ എന്ന് പറയുന്നത് സീലിയിലും ഫ്ലജലയിലാണ് ഉള്ളത്. ഇവരുടെ ബീറ്റിംഗ് മൂവ്മെന്റ്സിനും ബെൻഡിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആക്സോണിമൽ ഡൈനിൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.